ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് പോളി ജോസഫ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, എന്നിൽ വിദ്വേഷത്തിന്റെ വേര് വളർന്നിട്ടുണ്ടോ? ഹെബ്രായർ 12:14 നമുക്കൊന്ന് ശ്രദ്ധാപൂർവം കേൾക്കാം. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് നാശം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. സങ്കീർത്തകൻ 34:14 പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിയിൽ വളരുവിൻ. വിശുദ്ധ സിപ്രിയാൻ പറയുകയാണ്, വിദ്വേഷം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. നാം വളരെയധികം കേട്ടിട്ടുള്ള ഒരു ദൈവവചനമാണ് മർക്കോസ് 11:24. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കും. പലരും ആ വചനം അവിടെ കൊണ്ട് നിർത്തിക്കളയുന്നു. 11:25 നാം വായിക്കാറില്ല. അത് കൂട്ടി വായിക്കുമ്പോൾ, നിങ്ങൾക്കാരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവനുമായി രമ്യതപ്പെടുക. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ മത്തായി 6:9 മുതൽ 15 വരെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ 6:12 പറയുന്നു, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ ഒരു കണ്ടീഷണൽ ക്ലോസ് നാം തന്നെ ദൈവത്തോട് പറയുകയാണ്, ഞാനിത് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് എന്നോട് ഇത് ചെയ്തു തരണമേ. നാം ആദ്യത്തെ ഭാഗം പലപ്പോഴും ചെയ്യുവാൻ മറന്നുപോകുന്നു. പ്രിയമുള്ളവരെ, കുഞ്ഞുനാളിലെ കശുമാങ്ങയെല്ലാം തിന്നിട്ട് അല്ലെങ്കിൽ മാങ്ങയെല്ലാം തിന്നിട്ട് അതിന്റെ അണ്ടി വിത്ത് മണ്ണിൽ കുഴിച്ചിടും. കൊച്ചുകുട്ടികളായിട്ട് 2 ദിവസം കഴിഞ്ഞ് അത് മണ്ണ് മാന്തി പൊക്കി നോക്കും, വേര് വളർന്നിട്ടുണ്ടോ എന്ന്. നമുക്ക് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ വിദ്വേഷത്തിന്റെ വേര് വളർന്നിട്ടുണ്ടോ എന്ന് നോക്കാം. പുറമെ നോക്കുമ്പോൾ ഞാനിപ്പോൾ അവനോടൊന്നും മിണ്ടാറില്ല, അവനോടൊന്നും സംസാരിക്കാറില്ല എന്നെല്ലാം നമുക്ക് പറഞ്ഞാലും വിദ്വേഷമുണ്ടോ? നമുക്ക് ആ വ്യക്തിയെ കണ്ട് കൈകൊടുത്ത് ഗുഡ് മോർണിംഗും ഒരു ഹൃദ്യമായ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നാം വിദ്വേഷത്തിന്റെ ഉള്ളിലാണ്. യേശുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് വിദ്വേഷത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഈശോ തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല.